ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മൾ ഓരോരുത്തരെയും സ്പർശിക്കുന്നുണ്ട്. ദൈവവചനത്തിൻ്റെ അർത്ഥം, വചനം വാഗ്ദാനം ചെയ്യുന്ന ആന്തരിക സമാധാനവും കൃപകളും നമ്മുടെ ജീവിതത്തിലും കുടുംബങ്ങളിലും നിറയുന്നതിന് നമുക്ക് ദാഹത്തോടെ ആഗ്രഹിക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളുടെ കരങ്ങൾ തുറന്നു പിടിച്ച് നിങ്ങളുടെ ഭവനങ്ങളെ, നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ, പ്രത്യേകമായ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളെയും കർത്താവിന്റെ കരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മൾ ഈ നിമിഷങ്ങളിലൊക്കെ പാടി പ്രാർത്ഥിച്ച ആത്മശക്തി, സ്വർഗത്തിൽ നിന്നുള്ള ദൈവത്തിന്റെ അഗ്നി നമ്മളെ പൊതിയട്ടെ. ഇടവക സമൂഹം മുഴുവനെയും നമുക്ക് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങൾക്ക് ഈ നിമിഷം സമർപ്പിക്കാം. പ്രിയപ്പെട്ട തോമസ് അച്ഛനെയും കൊച്ചച്ഛന്മാരെയും പ്രിയപ്പെട്ട ജോർജ് അച്ഛനെയും ഇടവക സമൂഹത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന എല്ലാ സമർപ്പിതരെയും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവെ ഓരോ കുടുംബങ്ങളെയും അവിടുന്ന് സ്പർശിക്കണമേ. ആത്മശക്തിയെ പറന്നിറങ്ങി വരണമേ നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക്, രോഗികളും ബലഹീനരുമായ ഞങ്ങൾ ഓരോരുത്തരിലേക്കും, ഞങ്ങളുടെ രോഗാവസ്ഥകളിലേക്ക്, ജീവിത ക്ലേശങ്ങളിലേക്ക്, അധ്വാന ഭാരങ്ങളിലേക്ക്, മടുപ്പിക്കുന്ന ജീവിതാവസ്ഥകളിലേക്ക്, ജീവിത സാഹചര്യങ്ങളിലേക്ക് പരിശുദ്ധാത്മാവേ, സ്വർഗത്തിൽ നിന്നുള്ള വലിയ ശക്തിയെ അങ്ങ് ഇറങ്ങി വരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ കുടുംബവും പരിശുദ്ധാത്മാവിനാൽ നവീകരിക്കപ്പെടട്ടെ. വിശ്വാസത്തിന്റെ കൃപ കുറഞ്ഞു പോകുന്ന ഈ കാലഘട്ടത്തിൽ പുതിയ ഒരു വിശ്വാസത്തോടെ, പുതിയ തീക്ഷ്ണതയോടെ ബലിപീഠത്തിന്റെ അരികിലേക്ക് തിരികെ കൊണ്ടുവരുന്ന ഓരോ വ്യക്തികളെയും പരിശുദ്ധാത്മാവെ തിരികെ കൊണ്ടുവരാൻ അവിടുന്ന് കൃപയാവണമേ നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്കൊന്ന് ചേർന്ന് ഒന്ന് കർത്താവിനെ ഒരിക്കൽ കൂടി സ്തുതിച്ച് മഹത്വപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ഈ ധ്യാന ശുശ്രൂഷകൾ ആരംഭിക്കാം. ഹല്ലേലൂയ. ഓ ദൈവമേ, ഞങ്ങളങ്ങേ മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ. എല്ലാവരും ഒന്ന് സ്വരമുയർത്തി കർത്താവിനെ സ്തുതിക്കട്ടെ. വലിയ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഈ സമൂഹത്തിൽ സംഭവിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. രോഗികളുടെ മേൽ ദൈവത്തിന്റെ വചനം സൗഖ്യമായി കടന്നു വരട്ടെ. സമാധാനമില്ലാത്ത ഹൃദയങ്ങളിലേക്കും കുടുംബങ്ങളിലേക്കും ദൈവവചനത്തിന്റെ വലിയ അഭിഷേകം ഉണ്ടാവട്ടെ. ഹല്ലേലൂയ. ഓ ദൈവമേ, ആരാധിക്കുന്നു. വിശ്വാസമില്ലാത്ത എല്ലാ വ്യക്തികളിലേക്കും പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കട്ടെ. ഈശോയുടെ അൾത്താരയിലേക്ക് കുടുംബങ്ങളെ, വ്യക്തികളെ ആത്മാവ് തിരികെ കൊണ്ടുവരട്ടെ. ഹല്ലേലൂയ. മഹത്വപ്പെടുത്തുന്നു, ആരാധിക്കുന്നു. ഈ കൂട്ടായ്മയെ തുടരണമേ. സ്വർഗീയ സന്തോഷം ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് നൽകണമേ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് ആരാധിക്കുന്നു. ആത്മശക്തിയെ പറന്നിറങ്ങി വരണമേ. ചേർന്ന് പറഞ്ഞു. ഒരിക്കൽ കൂടി സ്വരമുയർത്തിയത് പാടാം. നമുക്കിരിക്കാം. ഈശോയിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വെളിപാടിന്റെ പുസ്തകം 21-ാമത്തെ അധ്യായം 5-ാം വചനത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു. ദൈവത്തിന്റെ ആത്മാവ് ഇങ്ങനെ പറയുന്നു, ഇതാ ഞാൻ സകലതും നവീകരിക്കുന്നു. ഞാൻ ആൽഫയും ഒമേഗയുമാണ്, ആദിയും അന്തവും. നമ്മൾ ഈ ലോകത്തിൽ, നമ്മുടെ അനുദിന ജീവിതത്തിൽ നമ്മൾ കാണുന്ന വളരെ അടിസ്ഥാനപരമായ ഒരു യാഥാർത്ഥ്യമാണ്, ഈ ലോകത്തിൽ നമ്മൾ പരിചയിക്കുന്ന എല്ലാം പഴയതാകുമെന്നുള്ളതാണ്.
നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ വസ്തുക്കളും പഴയതാണ്. നമ്മളൊരു മൊബൈൽ ഫോൺ മേടിക്കുകയാണ്, കുറേ വർഷങ്ങൾ കഴിയുമ്പോൾ അത് പഴയതാണ്. നമ്മൾ ഉപയോഗിക്കുന്ന വസ്ത്രങ്ങൾ പഴയതാകും, വാഹനങ്ങൾ പഴയതാകും. പഴകാതെ എന്തെങ്കിലും നമ്മൾ ഉപയോഗിക്കുന്നതായിട്ട് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്? നമ്മൾ ഉപയോഗിക്കുന്ന മനുഷ്യ ജീവിതത്തിൻ്റെ ഒരു വലിയ യാഥാർത്ഥ്യമാണ്, എല്ലാം നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങളെല്ലാം പഴയതാണ്. നമുക്ക് വളരെ പ്രിയപ്പെട്ടതായിട്ട് നമ്മൾ കൊണ്ടു നടക്കുന്ന വസ്തുക്കൾ പോലും, സ്ത്രീകൾക്കൊക്കെ ആണെങ്കിൽ അവരുടെ മന്ത്രകോടി വളരെ അമൂല്യമായൊരു സംഭവമാണ് കല്യാണത്തിൽ. ആ മന്ത്രകോടി ഒരു 10 വർഷം മുമ്പോ 20 വർഷം മുമ്പോ ഒക്കെയുള്ള മന്ത്രകോടി ഇപ്പോൾ ആരെങ്കിലും കൊടുക്കും? അത് പഴയതാണ്. പഴയതാവുമ്പോൾ, നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുക്കൾ പഴയതാവുമ്പോൾ ഉണ്ടാവുന്ന നമ്മുടെ ഉള്ളിലെ മാറ്റത്തെക്കുറിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ട്? ഒരു സാധനം പഴയതാവുമ്പോൾ ആദ്യം നമ്മൾ വളരെ ഇഷ്ടപ്പെട്ട് മേടിച്ച ഒരു വസ്ത്രം നോക്കും. അത് പഴയതാക്കി തുടങ്ങിക്കഴിഞ്ഞാൽ, മങ്ങി തുടങ്ങിക്കഴിഞ്ഞാൽ, കളറൊക്കെ പോകാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, ഔട്ട് ഓഫ് ഫാഷൻ ആയി കഴിഞ്ഞാൽ ആദ്യം ഉണ്ടാവുന്ന മാറ്റം എന്താണ്? നമുക്ക് ഈ സംഗതി ഉപയോഗിക്കാനുള്ള ഒരു ആവേശം, ഇടാനുള്ള ഒരു ആവേശം, ഒരു സന്തോഷം നഷ്ടമാകുന്നു എന്നുള്ളതാണ്. നമ്മൾ നിത്യവും ഉപയോഗിക്കുന്ന പുതിയൊരു വസ്ത്രം മേടിക്കുമ്പോൾ നമ്മളത് വളരെ ആവേശത്തോടുകൂടി ഇട്ടുകൊണ്ട് കിടക്കുന്നതാണ്. അത് പഴകി തുടങ്ങുമുണ്ടാവുന്ന അപകടം, അത് ഉപയോഗിക്കാനുള്ള ഒരു ആവേശം, സന്തോഷം നമുക്ക് നഷ്ടമാകുന്നു എന്നുള്ളതാണ് ആദ്യത്തെ ലക്ഷണം. ഒരു വസ്തു പഴകി തുടങ്ങുമ്പോൾ ആദ്യം ഉണ്ടാവുന്ന ലക്ഷണം, അത് ഉപയോഗിക്കാനുള്ള ഒരു സന്തോഷവും ആവേശവും നഷ്ടമാകും. രണ്ടാമത്, നമുക്കത് ഉപയോഗിക്കുമ്പോഴുള്ളൊരു സൂക്ഷ്മതയുണ്ട്. ഒരു പുതിയ കാർ മേടിക്കുകയാണ്, അതെവിടെയെങ്കിലും തട്ടുക എന്ന് പറഞ്ഞാൽ അതിലും ഭേദം കയ്യോ കാലോ തട്ടുകയാണെങ്കിൽ കുഴപ്പമില്ല. അത്രയും കെയറായിട്ട് ശ്രദ്ധയോടെ വണ്ടി കൊണ്ടുനടക്കും. അത്രയ്ക്ക് സൂക്ഷ്മതയാണ്. കുറെ കഴിഞ്ഞ് ഒരു 10 വർഷമായി പഴയ ഒരു വണ്ടിയാണെങ്കിൽ അതെവിടെയെങ്കിലും തട്ടിയാലോ മുട്ടിയാലോ അത്രയും പ്രശ്നമില്ല. അപ്പൊ രണ്ടാമതൊരു അപകടമാണ്, വസ്തുക്കൾ പഴകി തുടങ്ങുമ്പോൾ അത് ഉപയോഗിക്കുന്നതിനുള്ള ഒരു സൂക്ഷ്മത നമുക്ക് നഷ്ടപ്പെട്ടു. നീ എവിടെയെങ്കിലും തട്ടിയോ മുട്ടിയോ ഇത്തിരി കീറിയാലോ എവിടെയെങ്കിലും ഇത്തിരി മങ്ങിയാലോ ഒന്നും പ്രശ്നമില്ല. അപ്പൊ രണ്ടാമത്തെ അപകടമാണ്, വസ്തുക്കൾ പഴകുമ്പോൾ ഉണ്ടാവുന്ന രണ്ടാമത്തെ അപകടം, ഉപയോഗിക്കുമ്പോഴുള്ള ഒരു സൂക്ഷ്മതയും ശ്രദ്ധയും കുറയുന്നു എന്നുള്ളതാണ്. ആദ്യത്തെ പ്രശ്നം, അത് ഉപയോഗിക്കാനുള്ള സന്തോഷം, ആവേശം നമുക്ക് നഷ്ടമാകും. രണ്ടാമത്, അത് ഉപയോഗിക്കുമ്പോഴുള്ള സൂക്ഷ്മത, ശ്രദ്ധ നമുക്ക് നഷ്ടമാകും. ഇത് നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുക്കളെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. വസ്തുക്കൾ മാത്രമേ പഴകാറുള്ളൂ, നമ്മുടെ ജീവിതത്തിന് പഴക്കം തട്ടില്ല. നമ്മുടെ ഈ ജീവിതത്തിന് പഴക്കം തട്ടുന്നതിന്റെ ലക്ഷണങ്ങളെ കുറിച്ച് എപ്പോഴെങ്കിലും നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് ഓർക്കേണ്ടത്. വസ്തുക്കൾ പഴകുമ്പോൾ അത് ഉപയോഗിക്കാനുള്ള ആവേശം, സന്തോഷം നമുക്ക് നഷ്ടപ്പെടും. അത് സൂക്ഷ്മതയോടെ ശ്രദ്ധയോടെ ഉപയോഗിക്കാനുള്ള ആ ഒരു ശ്രദ്ധ നഷ്ടപ്പെടും. അതിനോടുള്ള ഇഷ്ടം നമുക്ക് കുറയും. വസ്തുക്കൾ മാത്രമല്ല, നമ്മുടെ ഈ ജീവിതത്തിനും ചിലപ്പോഴൊക്കെ പഴക്കം തട്ടാറുണ്ട്. ജീവിതത്തിന് പഴക്കം തട്ടുന്നതിന്റെ ലക്ഷണങ്ങളെ കുറിച്ച് നമ്മൾ ഓർത്തിട്ടുണ്ട്. ജീവിതത്തിന് പഴക്കം തട്ടുമ്പോഴും ഇതൊക്കെ തന്നെയാണ് ലക്ഷണം. ജീവിതത്തോടുള്ള ഒരു ആവേശം, ജീവിതത്തിന്റെ സന്തോഷം നഷ്ടപ്പെട്ടു പോവാണ്. ഒത്തിരി ആളുകളുണ്ട് ജീവിതത്തിൽ ഒരു സന്തോഷമില്ലാതെ ജീവിക്കുന്ന ആളുകൾ. നല്ല വീടോ സാമ്പത്തിക സുസ്ഥിതിയോ ഒക്കെ ഉണ്ടെങ്കിലും ജീവിതത്തിന്റെ സന്തോഷം നഷ്ടപ്പെടുന്നു, ജീവിക്കാനുള്ള ആവേശം നഷ്ടപ്പെട്ടു പോകുന്ന ആളുകളുണ്ട്. മക്കളുള്ളത് കൊണ്ട് ജീവിച്ചു പോകുന്നു, അവരെ ഓർത്ത് ജീവിച്ചു പോകുന്നു എന്ന് പറയുന്ന എത്രയോ ആളുകളുണ്ട്, കുടുംബജീവിതം നയിക്കുന്നവർ. അങ്ങനെ അങ്ങ് ജീവിച്ചു പോവുകയാണ്. ഈ ജീവിക്കാൻ വലിയൊരു സന്തോഷം നമുക്ക് തോന്നുന്നില്ല, ഒരാവേശം തോന്നുന്നില്ല, ഇങ്ങനെ അങ്ങ് ജീവിച്ചു പോവുകയാണ്. നമ്മുടെ ജീവിതത്തിന് പഴക്കം തട്ടി തുടങ്ങുന്നതിന്റെ ആദ്യ ലക്ഷണമാണ് നമുക്ക് ജീവിക്കാനുള്ള ഒരു ആവേശം, ജീവിതത്തോടുള്ള സന്തോഷം നഷ്ടപ്പെട്ടു പോകും. സ്വന്തം ജീവിതത്തോട് ഇഷ്ടം നഷ്ടപ്പെട്ടു പോകുന്നത് എപ്പോഴെങ്കിലും തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? ജീവിതത്തോടുള്ള ഒരു സ്നേഹം നഷ്ടപ്പെട്ടു പോകും. മരിച്ചാൽ മതി എന്ന് ആഗ്രഹിക്കുന്ന എത്രയോ ആളുകളുണ്ട്. എങ്ങനെയെങ്കിലും മരിച്ചാൽ മതി എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് മനുഷ്യരെ കണ്ടിട്ടില്ലേ?
ജീവിതത്തിന് പഴക്കം തട്ടി തുടങ്ങുന്നതിന്റെ ലക്ഷണങ്ങളാണ് ജീവിക്കാനുള്ള ഒരു ആവേശം നഷ്ടപ്പെട്ടു പോകുന്നു, നമ്മുടെ ഈ ജീവിതത്തോടുള്ള സന്തോഷം നഷ്ടപ്പെട്ടു പോകുന്നു, എങ്ങനെയെങ്കിലും മരിച്ചാൽ മതി എന്ന് ഓർക്കുന്നു, ജീവിതത്തെ ഓർത്ത് നന്ദി പറയാനുള്ള കൃപ നഷ്ടപ്പെട്ടു പോവാണ്. അപ്പോ വസ്തുക്കൾക്ക് മാത്രമല്ല പഴക്കം തട്ടുന്നത്, നമ്മുടെ ഈ ജീവിതങ്ങൾക്കും പഴക്കം തട്ടും. ജീവിതവും പഴയതാണ്. സാരിയോ ഷർട്ടോ കാറോ മൊബൈൽ ഫോണോ ഒക്കെ പഴയതായാൽ നമുക്ക് മാറി മേടിക്കാൻ പറ്റും. പക്ഷെ ഈ ജീവിതത്തിനാണ് പഴക്കം തട്ടുന്നതെങ്കിൽ ഇതെങ്ങനെ മാറി മേടിക്കാൻ പറ്റും? ഇതൊരൊറ്റ പീസേ ഉള്ളൂ, വേറെ ഒരെണ്ണം ഇല്ല മാറി മേടിക്കാൻ. അപ്പൊ എങ്ങനെയാണ് പഴക്കം തട്ടിയ, ജീവിക്കാനുള്ള ഒരു ആവേശം നഷ്ടപ്പെട്ടു പോയ, സന്തോഷം നഷ്ടപ്പെട്ടു പോയ, ജീവിതത്തോടുള്ള സ്നേഹം നഷ്ടപ്പെട്ടു പോയ നമ്മുടെ ജീവിതത്തെ എങ്ങനെയാണ് നമ്മൾക്ക് തിരിച്ചതിന്റെ ആനന്ദവും അതിന്റെ സ്നേഹവും ഒക്കെ തിരികെ കൊണ്ടുവരാൻ പറ്റും? ബന്ധങ്ങളെ കുറിച്ച് ചിന്തിച്ചു നോക്കൂ. നമ്മുടെ കുടുംബ ബന്ധങ്ങളെ കുറിച്ച്. വീടുകളിൽ വിവാഹമൊക്കെ കഴിഞ്ഞ് ജീവിക്കുന്നതിന്റെ ആദ്യ നാളുകളിൽ ഭാര്യ ഭർത്താക്കന്മാർക്ക് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. വർഷങ്ങൾ കഴിയുന്തോറും അവർക്കിടയിൽ മൗനത്തിന്റെ അകൽച്ചകൾ കൂടി വരുന്നു എന്നുള്ള അർത്ഥം എന്താണ്? ഈ ബന്ധങ്ങൾക്ക് പഴക്കം തട്ടി എന്നുള്ളതാണ്. അപ്പോൾ എങ്ങനെയാണ് പഴകിപ്പോകുന്ന ജീവിതത്തെ നമ്മൾ തിരികെ പിടിക്കുന്നത്? നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുക്കൾക്ക് പഴക്കം തട്ടിയ പറഞ്ഞത് മാറി മേടിക്കാം. നമ്മുടെ ജീവിതത്തിന് തന്നെ പഴക്കം തട്ടിപ്പോയാൽ ജീവിതത്തിന്റെ സ്നേഹം നഷ്ടപ്പെട്ടു പോകുന്നു, ഇതിന്റെ സന്തോഷം നഷ്ടപ്പെട്ടു പോകുന്നു, ജീവിക്കാനുള്ള ആഗ്രഹം നഷ്ടപ്പെട്ടു പോകുന്നു, ബന്ധങ്ങൾക്കിടയിലെ ഊഷ്മളത നഷ്ടപ്പെട്ടു പോകുന്നു. നമ്മൾ എന്തു ചെയ്യും? ജീവിതം മാറി മേടിക്കാൻ പറ്റില്ല, പക്ഷെ ഒരു പരിഹാരമുണ്ട്. ജീവിതത്തെ നവീകരിക്കാൻ പറ്റും. അതുകൊണ്ടാണ് വെളിപാട് പുസ്തകം 21:5 ദൈവം പറയുന്നത്, ഇതാ ഞാൻ സകലതും നവീകരിക്കുന്നവനാണ്. ജീവിതത്തിന് പഴക്കം തട്ടിയാൽ പ്രിയ സഹോദരങ്ങളെ, അതിനുള്ള പരിഹാരം അത് നവീകരിക്കുന്നവനായ കർത്താവിന്റെ കരങ്ങളിൽ കൊടുക്കുക. ദൈവത്തിന്റെ ശക്തി കൊണ്ട്, ദൈവവചനത്തിന്റെ ശക്തി കൊണ്ട്, ദൈവാത്മാവിനെ കൊണ്ട് ജീവിതത്തെ നവീകരിക്കുക എന്നുള്ളതാണ്. ഹല്ലേലൂയ. ഇന്ന് വലതുകരങ്ങൾ ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. സ്ത്രീയുടെ ഉറക്കവേ പറഞ്ഞേ ഹല്ലേലൂയ. സുനീഷ് ഒരു വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള പാട്ടുകാരനാണ്. ഞാൻ പഠിക്കാൻ പോകുന്നതിന് മുമ്പ് 5-8 വർഷം മുമ്പ് ഞങ്ങൾ ഒരുമിച്ച് തലശ്ശേരി മുതലെ പല ഇടവകളിൽ ധ്യാനിപ്പിച്ചാണ്. അദ്ദേഹം ചെറുപുഴ അടുത്ത് കൃപാലയ എന്ന് പറഞ്ഞൊരു ധ്യാന കേന്ദ്രത്തിലെ പ്രധാനപ്പെട്ട ഗായകനായിരുന്നു. അപ്പൊ സുനീഷിന് ശബ്ദമൊക്കെ ഉണ്ടാക്കാനുള്ള ഒരു പ്രത്യേക അഭിഷേക കർത്താവ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ മാസ്കിനിടയിൽ ഇത്രയും ഒച്ച സുനീഷ് പുറപ്പെടുവിച്ചു എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ കാര്യമാണ്. അപ്പൊ നമുക്ക് പലപ്പോഴും ഇപ്പോൾ ഈ മാസ്ക് വന്നുകൊണ്ടുകൂടി സൗണ്ട് വെളിയിൽ വരികയല്ല എന്നൊരു പ്രശ്നമുണ്ട് അല്ലേ? ഒന്നുകൂടെ ഒന്ന് ഉറക്കെ പറയാമോ? ഹല്ലേലൂയ. നമ്മൾ വലതുകരങ്ങൾ ഉയർത്തി കണ്ണുകളൊന്ന് അടച്ച് അന്നാ പിള്ളേർ രണ്ടുപേരും കൂടെ ഒന്ന് ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. കണ്ണുകളൊന്ന് അടച്ച് ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമ്മുടെ പഴക്കം തട്ടിയ, സന്തോഷം നഷ്ടപ്പെട്ടു പോയ, ജീവിക്കാനുള്ള ആഗ്രഹം നഷ്ടപ്പെട്ടു പോയ നമ്മുടെ ഈ ജീവിതത്തെ നമുക്ക് കർത്താവിന്റെ കരങ്ങളിലേക്ക് കൊടുക്കാം. അവിടുന്ന് നമ്മളെ സ്നേഹപൂർവ്വം പ്രിയ സഹോദരങ്ങളെ ഈ സന്ധിയിൽ ക്ഷണിക്കുകയാണ്. ഇതാ ഞാൻ സകലതും നവീകരിക്കുന്നവനാണ്. നിന്റെ ജീവിതത്തെയും ഞാൻ നവീകരിക്കും. കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തെ സന്തോഷം നഷ്ടപ്പെട്ടു പോയി, മറ്റുള്ളവരെ സ്നേഹിക്കാൻ പറ്റാതെ പോകുന്ന, ജീവിക്കണമെന്നുള്ള ആഗ്രഹം നഷ്ടപ്പെട്ടു പോയ, നന്ദി പ്രകാശിപ്പിക്കാൻ കഴിയാതെ പോകുന്ന ഈ ജീവിതത്തെ നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കും. പഴകിപ്പോയ ഞങ്ങളുടെ ജീവിതത്തെയും ഞങ്ങളുടെ ബന്ധങ്ങളെയും കർത്താവെ അങ്ങ് തൊട്ട് നവീകരിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഒന്ന് ചേർന്ന് പറയാം ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. 103 സങ്കീർത്തനത്തിന്റെ 5-ാമത്തെ വചനം ഇങ്ങനെ പറയുകയാണ്: കഴുകേണ്ടതുപോലെ നിന്റെ ജീവിതത്തെ നവീകരിക്കാൻ വേണ്ടി നിന്റെ ജീവിതകാലം അത്രയും ഞാൻ നിന്നെ സംതൃപ്തനാക്കും. ദൈവം നമ്മുടെ ജീവിതത്തെ എങ്ങനെയാണ് നവീകരിക്കേണ്ടത്? വചനം പറയുന്നു, കഴുകേണ്ടതുപോലെ ജീവിതത്തെ നവീകരിക്കും.
യഹൂദരുടെ ഇടയിൽ നിലനിന്നിരുന്ന ഒരു ഐതിഹ്യമാണ് കഴുകന് ജീവിതം നവീകരിക്കാനുള്ള ഒരു കഴിവുണ്ടെന്നുള്ളത്. കഴുകന്റെ ആയുസ്സിനെ കുറിച്ച് പറയുന്ന ഏതാണ്ട് 70-80 വർഷങ്ങളെന്ന്. എന്നാൽ എല്ലാ കഴുകന്മാരും ഈ 70-80 വർഷങ്ങളുള്ള ദീർഘായുസ്സിലെത്തുകയാണ്. ഇത്രയും വർഷം ജീവിക്കണമെങ്കിൽ കഴുകൻ ഒരു സ്വാഭാവികമായ പരിണാമത്തിലൂടെ കടന്നു പോകുന്നുള്ളതാണ് അവരുടെ വിശ്വാസം. ഒരു 30-40 വയസ്സോടെടുക്കുമ്പോൾ ഈ കഴുകന്മാര് പ്രായമാകും. കഴുകന്റെ ഏറ്റവും വലിയ ബലമെന്ന് പറയുന്നത് അതിൻ്റെ മൂർച്ചയുള്ള ബലമുള്ള കൊക്കുകളും അതിൻ്റെ കാലിലെ കൂർത്ത നഖങ്ങളും ഒക്കെയാണ്. അപ്പൊ ഈ ഒരു 35-40 വയസ്സാവുമ്പോൾ ഈ കഴുകന് സംഭവിക്കുന്ന ഒരു മാറ്റം, ഇതിന്റെ ബലമുള്ള ഈ ചുണ്ട്, കൊക്കെന്ന് പറയുന്നത് ഉള്ളിലേക്ക് പതുക്കെ വളയാൻ തുടങ്ങും. പിന്നീട് ഇതിനൊരു ജീവിയെയും കൊത്തി തിന്നാൻ പറ്റാത്ത അവസ്ഥ. അതുപോലെ ഇതിന്റെ ഈ നഖങ്ങൾ, മൂർച്ചയുള്ള കാലുകളിലെ നഖങ്ങൾ ഉള്ളിലേക്ക് വളയാൻ തുടങ്ങും. പിന്നീട് ഒരു ജീവിയെയും ഇതിനെ റാഞ്ചിയെടുക്കാൻ പറ്റാതാവും. അപ്പൊ ഇങ്ങനെ ഒരു വാർദ്ധക്യം പിടികൂടുന്നു എന്ന് മനസ്സിലാകുന്ന കഴുകൻ എന്ത് ചെയ്യും? അത് ഉയർന്ന പാറക്കെട്ടിലോ മരത്തിന്റെ മുകളിലോ ഒക്കെ പോയിരുന്നിട്ട് ആദ്യമേ അതിൻ്റെ വളഞ്ഞു തുടങ്ങുന്ന ഈ കൊക്കുകൊണ്ട് അതിൻ്റെ തൂവലുകൾ പതുക്കെ കൊത്തി പറിച്ചു കളയും. പിന്നെ അതിരിക്കുന്ന പ്രതലത്തിൽ വെച്ച് അതിൻ്റെ ഈ കൊക്ക് ബലമായിട്ട് അമർത്തി മുട്ടിച്ച് അതിൻ്റെ കൊക്കുകൾ ഇളക്കിക്കളയും. നമ്മുടെയൊക്കെ നഖം ഇളക്കി കളയുന്ന പോലെ ഇടിച്ച് ഇളക്കിക്കളയും. പിന്നീട് അതിരിക്കുന്ന പ്രതലത്തിൽ തന്നെ അതിൻ്റെ വളഞ്ഞു തുടങ്ങുന്ന ചുണ്ടുകൾ ഇങ്ങനെ അമർത്തി വലിച്ച് നഖങ്ങൾ ഓരോന്നായിട്ട് പറിച്ചു കളയും. അപ്പൊ അവസാനം ഈ കഴുകൻ ഒരു മാംസപിണ്ഡം പോലെ, അതിന് തൂവലുകളില്ല, അതിന് കൊക്കില്ല, അതിൻ്റെ കാലിൽ നഖങ്ങളില്ലാതിരിക്കാം. ഒരു 3-4 മാസം ഈ കഴുകൻ ഇങ്ങനെ ഒരു സമാധിയിൽ എന്നോണം ഇരിക്കുകയും കൊഴിഞ്ഞു പോയ ചിറകിന്റെ സ്ഥാനത്ത്, തൂവലുകളുടെ സ്ഥാനത്ത് കൂടുതൽ മനോഹരമായ തൂവലുകൾ വരികയും അത് ഇളക്കിക്കളഞ്ഞ കൊക്കിന്റെ സ്ഥാനത്ത് പഴയതിനേക്കാൾ ബലമുള്ള കൊക്കുകളും നഖങ്ങളും വരികയും ചെയ്യും. അങ്ങനെ കഴുകൻ വീണ്ടും അതിന്റെ യൗവനത്തെ നവീകരിച്ച് പറന്നു പോകുമെന്നുള്ളതാണ് ഒരു ഐതിഹ്യം പറയുന്നത്. യഹൂദരുടെ ഇടയിൽ ഈ ഒരു ഐതിഹ്യം നിലനിന്നിരുന്നുകൊണ്ടാണ് സങ്കീർത്തകൻ പറയുന്നത്, ദൈവം തന്നിൽ ആശ്രയിക്കുന്നവരെ, തന്നെ സമീപിക്കുന്നവരെ കർത്താവ് നവീകരിക്കും. എങ്ങനെയാണ്? കഴുകൻ അതിന്റെ യൗവനത്തെ പുതുതാക്കുന്നത് പോലെ ദൈവം തന്നെ ആശ്രയിക്കുന്നവരെ പുതിയതാക്കുമെന്നാണ്. ബൈബിളിലെ ദൈവത്തിന്റെ പ്രത്യേകതയാണ് അവിടുന്ന് നവീകരിക്കുന്ന ദൈവമാണ്, പുതിയതാക്കുന്ന ദൈവമാണ്. യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായത്തിൽ തിബേരിയാസ് ഗലീലിയാത്ത കടൽ തീരത്ത് ശിഷ്യന്മാര് മീൻപിടുത്തം കഴിഞ്ഞ് വരുമ്പോൾ കരയിൽ നിന്ന് ഈശോ അവരോട് പറയുന്നൊരു വാക്യമുണ്ട്, നിങ്ങൾ ഇപ്പോൾ പിടിച്ച മത്സ്യങ്ങളിൽ കുറച്ച് കൊണ്ടുവരും. കർത്താവിന് ഫ്രഷ് ആയിട്ടുള്ളതിനോടാണ് താല്പര്യം, പുതിയതിനോട്. അതുകൊണ്ടാണ് വെളിപാട് പുസ്തകത്തിൽ പറയുന്നത്, നിനക്ക് ആരംഭത്തിലുള്ള സ്നേഹം നഷ്ടപ്പെട്ടു പോയി. ഒരു പുതിയ സ്നേഹത്തിന്റെ, പുതിയ സന്തോഷത്തിന്റെ അനുഭവമാണ് കർത്താവ് വാഗ്ദാനം ചെയ്തുകൊണ്ടാണ് പറയുന്നത്, ഇതാ ഞാൻ സകലത നവീകരിക്കും. പ്രിയ സഹോദരങ്ങളെ, നമ്മളൊക്കെ ജീവിതത്തിന്റെ മടുപ്പുകളിലൂടെ കടന്നു പോകുന്നവരാണ്. ജീവിതത്തിന്റെ സന്തോഷം നഷ്ടപ്പെട്ടു പോയവരാണ്. ഹൃദയം തുറന്ന് സ്നേഹിക്കാൻ പറ്റാത്തവരാണ്. നമ്മളിൽ പലരും ഇങ്ങനെ അങ്ങ് ജീവിച്ചു പോകുന്നല്ലാതെ ദൈവം വാഗ്ദാനം ചെയ്ത കൃപ ജീവിതത്തിൽ സന്തോഷം അനുഭവിക്കാൻ പറ്റാതെ പോകുന്നവരാണ്. ജീവിതത്തിന് പഴക്കം തട്ടി തുടങ്ങിയതിൻ്റെ ലക്ഷണങ്ങൾ ചിന്തിച്ചാൽ ഒരുപാട് നമ്മുടെ ഉള്ളിലുണ്ട്. നമുക്ക് ആലോചിച്ച് നോക്കൂ, വീട്ടിൽ നമ്മുടെ പ്രിയപ്പെട്ടവരോടൊത്തായിരിക്കുമ്പോൾ നമുക്ക് സന്തോഷമുണ്ട്. നമുക്ക് ഹൃദയം തുറന്ന് ദൈവം തന്ന പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ സ്നേഹിക്കാൻ പറ്റുന്നു. ജീവിത പങ്കാളികളെ ഹൃദയം തുറന്ന് സ്നേഹിക്കാൻ പറ്റുന്നുണ്ടോ? നമ്മുടെ ബന്ധങ്ങൾ എന്ത് മുതലാണ് നമുക്ക് ഭാരങ്ങളായി തുടങ്ങിയത്? പ്രിയപ്പെട്ടവരോട് കൂടെ ആയിരിക്കുന്നത് നമുക്ക് സന്തോഷമില്ലാത്ത അനുഭവമായിട്ട് തുടങ്ങിയിട്ടില്ലേ? ജീവിതത്തിന് പഴക്കം തട്ടിയതിന്റെ ലക്ഷണങ്ങളാണ്. ഇന്ന് കർത്താവ് നമ്മളെ ഈ ദിവസങ്ങളിൽ ക്ഷണിക്കുകയാണ്, ഞാൻ നവീകരിക്കുന്നവനാണ്, നിന്റെ ജീവിതത്തെ ഞാൻ നവീകരിക്കും, കഴുകേണ്ടതുപോലെ നിന്റെ ജീവിതത്തെ നവീകരിക്കും. ഇനി ദൈവം ജീവിതത്തെ നവീകരിക്കുന്നവനാണ്. കർത്താവ് നമ്മളെ പുതിയൊരു ജീവിതത്തിലേക്ക്, പുതിയ സന്തോഷത്തിലേക്ക്, പുതിയൊരു സ്നേഹത്തിന്റെ അനുഭവത്തിലേക്കാണ് ക്ഷണിക്കുന്നതെന്ന് പറഞ്ഞു. എങ്ങനെയാണ്
ദൈവം ജീവിതത്തെ നവീകരിക്കുന്നത്? എങ്ങനെ ഉള്ളവരുടെ ജീവിതത്തെയാണ് ദൈവം നവീകരിക്കുന്നത്? യെശയ്യാ പ്രവചനം 56:15 വചനം പറയും, അനുതാപികളുടെ ഹൃദയത്തെയും വിനീതരുടെ ആത്മാക്കളെയും നവീകരിക്കാൻ ഞാൻ സദാ അവരോടുകൂടെ വസിക്കും. പ്രിയപ്പെട്ട ദൈവമക്കളെ, കർത്താവ് നവീകരിക്കുന്നവനാണെന്ന് പറഞ്ഞു. അവിടുന്ന് നമ്മളെ നിരന്തരം ക്ഷണിക്കുകയാണ്. ഇതാ ഞാൻ സകലത് നവീകരിക്കുന്നു, നിന്റെ ജീവിതത്തെ ഞാൻ കഴുകണ്ടതുപോലെ നവീകരിക്കാം. എന്തു ചെയ്യണം? എങ്ങനെയുള്ളവരുടെ ജീവിതത്തെയാണ് ദൈവത്തിന് നവീകരിക്കാൻ പറ്റുന്നത്? അനുതപിക്കുന്ന ഹൃദയത്തെയാണ് ദൈവം നവീകരിക്കുന്നത്. അതുകൊണ്ടാണ് വചനം പറയുന്നത്, അനുതാപികളുടെ ഹൃദയത്തെയും വിനീതരുടെ ആത്മാക്കളെ നവീകരിക്കാൻ ഞാൻ സദാ അവരോടുകൂടെ വസിക്കുന്നു. കൂടെ വസിക്കുന്ന ഒരു ദൈവത്തെ കുറിച്ചാണ് നമ്മൾ നിരന്തരം ചിന്തിക്കുകയും ധ്യാനിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നത്. കൂടെ വസിക്കുന്ന ഒരു ദൈവമാണ്. എന്തിനാണ് ഈ ദൈവം നമ്മുടെ കൂടെ വസിക്കുന്നത്? ജീവിതത്തെ നവീകരിക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം കൂടെ വസിക്കുന്നത്. കർത്താവ് ഇങ്ങനെ കൂടെയുള്ള നിയമാവർത്തനം 4:7 മോശ പറയില്ലേ, നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ നമ്മുടെ ദൈവമായ കർത്താവ് നമുക്ക് സമീപസ്ഥനായിരിക്കുന്ന പോലെ ദൈവം ഇത്ര അടുത്തുള്ള വേറെ ഏത് ശ്രേഷ്ഠ ജനതയാണുള്ളത്? കർത്താവ് ഇത്ര സമീപസ്ഥനാണ്. കൂടെ ഒരു ദൈവം വസിച്ചിട്ടും നമ്മുടെ ജീവിതങ്ങൾ എന്തുകൊണ്ടാണ് നവീകരിക്കപ്പെടാതെ പോകുന്നത്? അനുതാപത്തിന്റെ കൃപ കടന്നു വരാത്തതുകൊണ്ടാണ് ജീവിതങ്ങൾ ഇന്ന് നവീകരിക്കപ്പെടാത്തതായിട്ട് തുടരുന്നത്. ജീവിതങ്ങൾ പഴയതായിട്ടും സ്നേഹമില്ലാത്തതായിട്ടും സന്തോഷമില്ലാത്തതായിട്ടും മടുപ്പിക്കുന്നതായിട്ടും ഭാരം നിറഞ്ഞതായിട്ടും ഇന്നും അവശേഷിക്കുന്നത് കൂടെ ഒരു ദൈവമുണ്ടായിട്ടും ജീവിതത്തിന് അതിന്റെ കൃപ നഷ്ടപ്പെട്ടു പോകുന്നതിന്റെ കാരണം അനുതാപത്തിന്റെ വരം നമുക്ക് ലഭിക്കാത്തതുകൊണ്ടാണ്. അപ്പൊ ജീവിതത്തെ നവീകരിക്കാനുള്ള വഴി അനുതപിക്കുക എന്നുള്ളതാണ്. ഈ നോമ്പുകാലം അനുതാപത്തിന്റെ കാലമാണ്. കർത്താവ് നമ്മളെ ക്ഷണിക്കുന്നത് അനുതപിക്കാൻ. അനുതപിക്കുന്നവരുടെ ഹൃദയങ്ങളെയും വിനീതരുടെ ആത്മാക്കളെയും നവീകരിക്കാൻ ഞാൻ സദാ കൂടെ വസിക്കുന്നുവെന്നാണ് വചനത്തിലൂടെ കർത്താവ് പറയുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ പ്രിയ സഹോദരങ്ങളെ, ജീവിതം നവീകരിക്കപ്പെടാതെ പോകുന്നെങ്കിൽ, കൂടെ ദൈവം വസിച്ചിട്ടും ജീവിതം നവീകരിക്കപ്പെടാതെ പുതുതാകാതെ പോകുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം നമ്മൾ അനുതാപത്തിലേക്ക് കടന്നു വരാത്തതുകൊണ്ടാണ്. ഈ രാത്രി, ഈ സന്ധ്യയിൽ ദൈവം നമ്മളെ വിളിക്കുന്നത് അനുതപിച്ചുകൊണ്ട് ദൈവത്തിന്റെ വാഗ്ദാനം ജീവിതത്തിൽ അവിടുന്ന് വാഗ്ദാനം ചെയ്ത കൃപ പ്രാപിക്കാനാണ്. നമുക്കൊന്ന് കണ്ണുകൾ അടച്ച് വലത് കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ചു, കർത്താവേ, അനുതാപമുള്ള ഒരുക്കമുള്ളൊരു ഹൃദയം ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. കൂടെ ഒരു ദൈവം വസിച്ചിട്ടും നമ്മുടെ ജീവിതം ഇനിയും നവീകരിക്കപ്പെടാതെ പോകുന്നത്, ജീവിതം പുതുതാകാതെ പോകുന്നത്, ഭാരം നിറഞ്ഞതും സന്തോഷമില്ലാത്തതും സ്നേഹശൂന്യവുമായി അവശേഷിക്കുന്നത് അനുതാപത്തിന്റെ കൃപ നമ്മിലേക്ക് കടന്നു വരാത്തതുകൊണ്ട്. ദൈവമേ, ഒരുക്കമുള്ള ഹൃദയം നൽകണമേ എന്ന് സങ്കീർത്തകൻ പ്രാർത്ഥിക്കും. അനുദപിക്കുന്ന ഹൃദയത്തിനാണ് ഒരുക്കമുള്ള ഹൃദയമെന്ന് വചനം പറയുന്നത്. ഈ നിമിഷം നമുക്കൊന്ന് ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് അനുതാപത്തിന്റെ വരം നൽകണമേ. അനുതാപികളുടെ ഹൃദയത്തെ നവീകരിക്കാൻ കൂടെ വസിക്കുന്ന ദൈവമേ, ഞങ്ങൾക്ക് അനുതാപത്തിന്റെ കൃപ നൽകണമേ. അനുതപിച്ച് ജീവിതത്തെ നവീകരിക്കാനുള്ള അഭിഷേകം നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കൊന്ന് ചേർന്ന് സ്വരമുയർത്തി ഏറ്റു പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ ആരാധന. ഹല്ലേലൂയ. സഭാപ്രസംഗന്റെ പുസ്തകം 3-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ പറയും, ആകാശത്തിന്റെ കീഴെ ഭൂമിയിൽ എല്ലാ കാര്യങ്ങൾക്കും ഒരു സമയമുണ്ട്. വിതയ്ക്കാൻ ഒരു സമയം, കൊയ്യാൻ ഒരു സമയം, നടാൻ ഒരു സമയം, ഇങ്ങനെ ജനിക്കാൻ ഒരു സമയം. എല്ലാത്തിനും ആകാശത്തിന്റെ കീഴെ ഒരു സമയമുണ്ടെന്ന്. ഈ തലശ്ശേരി, നിങ്ങൾ തലശ്ശേരിയിലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ മാപ്പിളമാര് പശുക്കളെ വളർത്തും. നമ്മൾ നാട്ടുപുറത്ത് പറയല്ലേ, ആരാൻ്റെ പറമ്പിലെ പുല്ല് കണ്ട് പശുവിനെ വളർത്തരുതെന്ന് പറയല്ലേ. ഈ മാപ്പിളമാര് പശുവിനെ വളർത്തുന്നത് വല്ലവരുടെയും പറമ്പിലെ പുല്ല് കണ്ട് തന്നെയാണ് തലശ്ശേരി ടൗണിലൊക്കെ. അപ്പോൾ ഞങ്ങൾ കാണുന്നൊരു കാഴ്ച,
ഈ തലശ്ശേരിയിൽ മാപ്പിളമാരെ ഈ പശുവിനെ വളർത്തി രാവിലെ ഇതുങ്ങളെ അഴിച്ചു വിടും. കറക്കുന്ന പശുക്കളെയൊക്കെയാണ് രാവിലെ കറവ കഴിഞ്ഞ് ഈ പശുക്കളെ അഴിച്ചു വിടും. പശുക്കൾ ഇങ്ങനെ ടൗണിൽ കൂടെയൊക്കെ അലഞ്ഞ് നടന്ന് തിന്ന് വയറ് നിറച്ച് സന്ധ്യയാവുമ്പോൾ, വൈകുന്നേരം ആവുമ്പോൾ പശുക്കൾ അതിൻ്റെ ഉടമസ്ഥൻ്റെ കൂട്ടിൽ സാധാരണഗതിയിൽ കൃത്യമായി അതുങ്ങളുടെ തൊഴുത്തിൽ ചെന്ന് കയറും. രാവിലെ അഴിച്ചു വിടുന്ന പശു വൈകുന്നേരം കറക്കുന്നതാണെങ്കിൽ കറക്കേണ്ട സമയമാകുമ്പോൾ വീട്ടിൽ ചെന്ന് നിൽക്കും. എന്നെ കറന്നോ എന്ന് പറഞ്ഞു വന്ന് നിൽക്കും. കൃത്യമായിട്ട് ഈ പശുക്കൾ ഉടമസ്ഥന്റെ വീട്ടിൽ ചെല്ലും. നമ്മുടെ ഇവിടെയുള്ള പശുക്കൾക്ക്, നമ്മൾ ക്രിസ്ത്യാനികളുടെ പശുക്കൾക്ക് അത്രയും ഒരു അനുസരണ ഇല്ലെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾ അഴിച്ചു വിട്ടാൽ ആ വഴി പിന്നെ വിട്ടുപോക്കാണ്, തിരിച്ച് കൂട്ടിക്കയറുക. പക്ഷെ മാപ്പിളമാരുടെ പശുക്കൾക്ക് നല്ല അനുസരണയാണ്. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയാൻ പാടില്ല. എന്താണേലും സംഭവം അങ്ങനെയാണ് കണ്ടുവരുന്നത്. അതല്ലേ ക്രിസ്ത്യാനി വീടുകളിൽ, നമ്മുടെ അയലോക്കങ്ങളിൽ മിക്കവാറും അടിയും വഴക്കം ഉണ്ടാകുന്ന എങ്ങനെയാണ്? പശുവിനെ കൂട്ടിന്ന് അഴിച്ചു വിട്ട് അയലോക്കക്കാരൻ്റെ കവുവിൻ്റെ തൈ കണ്ട് മണ്ട കടിച്ചു, തെങ്ങിൻ തൈ കടിച്ചു, വാഴ കടിച്ചു. ഇതിൻ്റെ പേരിലാണല്ലോ പല വഴക്കുകളും ആരംഭിക്കുന്നത്. അപ്പോൾ ക്രിസ്ത്യാനികളുടെ പശുക്കൾക്ക് അത്ര അനുസരണ ഇല്ല എന്നുള്ളതാണ് പൊതുവെ കണ്ടുവരുന്നത്. അപ്പൊ എന്താണ് ഈ തലശ്ശേരിയിലെ പശുക്കൾ, ടൗണിലുള്ള പശുക്കൾ രാവിലെ അഴിച്ചുവിട്ട വൈകുന്നേരം ഉടമസ്ഥന്റെ വീട്ടിൽ വന്നിരുന്നു. കേരളത്തിലൊരു വലിയ പക്ഷി സങ്കേതമുണ്ട്, തട്ടേക്കാട് പക്ഷി സങ്കേതം എന്നാണ് പറയുന്നത്. അവിടെ ഒരുതരം ദേശാടന പക്ഷിയുണ്ട്, സൈബീരിയൻ കൊക്ക് എന്നാണ് പറയുന്നത്. സൈബീരിയ എന്ന്, റഷ്യയുടെ അടുത്തുള്ള സൈബീരിയയിൽ നിന്ന് ഇതുങ്ങൾ അവിടെ തണുപ്പ് കാലം തുടങ്ങുമ്പോൾ, ഏതാണ്ട് ഒരു ഒക്ടോബർ മാസമൊക്കെ തുടങ്ങുമ്പോഴത്തേനും ഈ സൈബീരിയൻ കൊക്കുകൾ ചില്ലറ കിലോമീറ്റർ അല്ല, 10-15,000 കിലോമീറ്റർ ഇതുങ്ങൾ പറന്ന് ഈ തട്ടേക്കാട് പക്ഷി സങ്കേതത്തിൽ വരും. അവിടെ വന്ന് ഇതുങ്ങൾ മുട്ടയിട്ട് കുഞ്ഞുങ്ങളെയൊക്കെ വിരിയിക്കുമ്പോഴത്തേനും സൈബീരിയയിലെ തണുപ്പ് കാലം കഴിയും, വേനൽക്കാലം തുടങ്ങും. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ജൂൺ മാസമൊക്കെ ആകുമ്പോഴത്തേനും ഈ കൊക്കുകൾ തിരിച്ച് ഈ 10,000-ലധികം കിലോമീറ്ററുകൾ ഇതുങ്ങൾ ഈ തട്ടേക്കാട് നിന്ന് പറന്ന് സൈബീരിയയ്ക്ക് പോകും. ഇതെല്ലാ കൊല്ലവും നടക്കുന്ന കാര്യമാണ്. കൃത്യമായിട്ട് ഈ കൊക്കുകൾ അതുങ്ങൾ ഒക്ടോബർ മാസം തുടങ്ങുമ്പോൾ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ തിരിച്ച് അവിടെ വേനൽക്കാലം തുടങ്ങുമ്പോൾ തിരിച്ച് അങ്ങോട്ട് പോകും ഈ കൊക്കുകൾ. എന്നാൽ പിന്നെ കേരളത്തിൽ നല്ല കാലാവസ്ഥയാണ്, ഇവിടെ അങ്ങനെ വലിയ തണുപ്പും ചൂടൊന്നുമില്ല, ഇവിടെ തന്നെ എല്ലാ കൊല്ലവും കൂടിയേക്കാമെന്ന് വിചാരിക്കാറില്ല. അതുങ്ങൾ കൃത്യമായിട്ട് തിരിച്ചു പോകുന്ന ഒരു സമയം സൈബീരിയൻ കൊക്ക്, പ്രത്യേകിച്ച് വിശേഷ ബുദ്ധി ഒന്നുമില്ലാത്ത ഈ കൊക്കുകൾ പാലിക്കും. ഓസ്ട്രേലിയയോട് ചേർന്ന് ഒരു ചെറിയ ദ്വീപുണ്ട്, അതിൻ്റെ പേര് ക്രിസ്മസ് ഐലൻഡ് എന്നാണ്. ക്രിസ്മസ് ഐലൻഡ്. ആ ദ്വീപിൻ്റെ ഒരു പ്രത്യേകത, അവിടെ ഒരുതരം ചുവപ്പൻ ഞണ്ടുകൾ, കടും ചുവപ്പുള്ള ഞണ്ടാണ്. ഇതുങ്ങളുടെ ഒരു പ്രത്യേകത, അവരവിടെ ഒരു ഡിസംബർ മാസം ആകുമ്പോൾ ഈ ഞണ്ടുകളെല്ലാം കൂടെ കടലിൽ നിന്ന് കൂട്ടത്തോടെ കാട്ടിലേക്ക് പോകും. കാട്ടിൽ പോയി മുട്ടയിട്ട് കുഞ്ഞുങ്ങളെ വിരിയിച്ച് തിരിച്ച് ജനുവരി മാസത്തിന്റെ ആദ്യത്തോടുകൂടി ഇതുങ്ങൾ കടലിലേക്ക് തിരിച്ചു വരും. ഈ ഡിസംബർ ആദ്യം മുതൽ ക്രിസ്മസ് ഐലൻഡിലെ റോഡുകളെല്ലാം സായിപ്പുമാർ അടയ്ക്കും. കാരണം ഈ ഞണ്ടുകൾ ഇങ്ങനെ കൂട്ടത്തോടെ, ഒന്നും രണ്ടുമല്ല, കോടിക്കണക്കിന് എണ്ണമാണ്. ചുവന്ന കാർപ്പറ്റ് വിളിച്ചിരിക്കുന്നവരെ, ഈ പള്ളിയുടെ നടുക്ക് വിരിച്ചിരിക്കുന്ന ചുവന്ന കാർപ്പറ്റ് വിരിച്ചേക്കുന്ന പോലെയാണ് ഇതുങ്ങൾ കടലിൽ നിന്ന് കാട്ടിലേക്ക് പോകുന്നത്. അതങ്ങനെ ഡിസംബർ ആദ്യം പോയി കഴിഞ്ഞാൽ ജനുവരി ആദ്യത്തിൽ ഇതുങ്ങൾ തിരിച്ച് കുഞ്ഞുങ്ങളെയൊക്കെ കൊണ്ട് തിരിച്ച് കടലിലേക്ക് പോകും. ഇതെല്ലാ കൊല്ലവും ഇങ്ങനെ തന്നെയാണ്. ഈ ഞണ്ടുകൾ എന്നാൽ ഇനി ഇക്കൊല്ലം കാട്ടിൽ തന്നെ കൂടിയൊക്കെ എല്ലാ കൊല്ലവും ഈ ഷട്ടിലടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് ഈ ക്രിസ്മസ് ഐലൻഡിലെ ചുവന്ന ഞണ്ടുകൾ തിരിച്ചു പോകാതിരിക്കുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, എല്ലാ കാര്യത്തിനും ഒരു കാലമുണ്ടെന്ന് സഭാപ്രസംഗം പറഞ്ഞു. തിരിച്ചുപോക്കിന് ഒരു കാലമുണ്ട്. പ്രകൃതിയിലെ ജീവജാലങ്ങൾ, നമ്മൾ പ്രത്യേകിച്ച് സവിശേഷ ബുദ്ധിയില്ല എന്ന് വിചാരിക്കുന്ന ഈ തലശ്ശേരി ടൗണിലെ പശുക്കളുണ്ടല്ലോ, അതുങ്ങൾ രാവിലെ അഴിച്ചുവിട്ട വൈകുന്നേരം ഉടമസ്ഥന്റെ കൂട്ടിക്കയറും. തിരിച്ചു പോകാനുള്ള സമയം കൃത്യമായി പാലിക്കും. സൈബീരിയൻ കൊക്കുകൾ എല്ലാ കൊല്ലവും 10-15,000 കിലോമീറ്റർ പറന്ന് ഇതുങ്ങൾ ഈ തിരിച്ചു പോക്കേണ്ട സമയം പാലിക്കും. ക്രിസ്മസ് ഐലൻഡിലെ ചുവന്ന ഞണ്ടുകളും അതുങ്ങളുടെ തിരിച്ചു പോക്കേണ്ട സമയം പാലിക്കും. ഈ പശുവിനും കൊക്കിനും ഞണ്ടിനും ഒക്കെ നമുക്കറിയാം, ഇതിന് പ്രത്യേകിച്ച് സവിശേഷ ബുദ്ധി ഇല്ലെന്നാണ് പൊതുവെ നമ്മൾ പറയുന്നത്. അതുങ്ങളൊക്കെ തിരിച്ചു പോകാനുള്ള സമയം പാലിക്കും. തിരിച്ചു പോക്കേണ്ട സമയം പാലിക്കാത്ത പ്രപഞ്ചത്തിലെ ഏക ജീവി ഏതാണെന്നറിയാമോ?
നമുക്കാണ് ഈ സവിശേഷ ബുദ്ധി ഉണ്ട് എന്ന് വിചാരിക്കുന്ന നമുക്കാണ് തിരിച്ചുപോക്കിന്റെ സമയം തീരെ പാലിക്കാത്ത ഏക ജീവി നമ്മൾ മനുഷ്യരാണ്. അതുകൊണ്ടാണ് ജെറമിയ പ്രവചനം 8:7 ദൈവം പറയുന്നത്, ആകാശത്ത് പറക്കുന്ന മീവൽ പക്ഷിയും കുരുവിയും അതിന്റെ സമയം പാലിക്കുന്നു, എന്റെ ജനത്തിന് തിരിച്ചു വരാനുള്ള സമയം അറിഞ്ഞുകൂടാ. സവിശേഷ ബുദ്ധിയിൽ നിന്ന് നമ്മൾ പറയുന്ന ഈ പ്രപഞ്ചത്തിലെ ജീവജാലങ്ങൾ മടങ്ങിപ്പോക്കിന്റെ സമയവും ക്രമവും പാലിക്കുന്നവരാണെങ്കിൽ, ഈ സവിശേഷ ബുദ്ധിയുള്ള മനുഷ്യൻ മാത്രമാണ് മടങ്ങി വരാനുള്ള ദൈവത്തിന്റെ വിളിയോട് നിരന്തരം മല്ലടിക്കുകയും മറുതലിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ടല്ലേ കർത്താവ് സങ്കടത്തോടെ പറഞ്ഞ് നമ്മൾ പാടുകല്ലേ, ആകാശത്തിൻ പടിഞ്ഞാറേയുൽ കൊക്കും മീവൽ പക്ഷിയും അവ തന്റെ കാലമറിയും എൻ ജനമറിയുന്നില്ല. കർത്താവ് സങ്കടത്തോടെ ആകാശത്തെ ഭൂമിയെ വിളിച്ചിട്ട് ദൈവം സങ്കടത്തോടെ വിലപിക്കുന്നതാണ് ജെറമിയ പ്രവചനം 8:7 നമ്മൾ പറയുന്നത്. ഈ പ്രപഞ്ചത്തിലെ ജീവജാലങ്ങൾക്ക് മടങ്ങിപ്പോക്കിന്റെ സമയം അറിയാം, എന്റെ ജനത്തിന് അത് അറിഞ്ഞുകൂടാ. ജോയൽ പ്രവചനം 2-ാം അധ്യായം 21-ാമത്തെ വചനത്തിൽ ദൈവം വിളിക്കുകയാണ്, ഇപ്പോഴെങ്കിലും പൂർണ്ണമായ അനുതാപത്തോടെ നെടുവീർപ്പോടെ വിലാപത്തോടെ നിങ്ങൾ എന്റെ സന്നിധിയിലേക്ക് തിരികെ വന്നിരുന്നെങ്കിൽ. എന്തിനാണ് കർത്താവ് അനുദപിച്ച് തിരികെ വരാൻ പറയുന്നത്? ജീവിതത്തെ നവീകരിക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം തിരികെ വരാൻ പറയുന്നത്. ഇന്ന് നമ്മൾ ജീവിതം ഭാരം നിറഞ്ഞതായിട്ട്, സന്തോഷമില്ലാത്തതായിട്ട്, സങ്കടം നിറഞ്ഞതായിട്ട്, കണ്ണുനീര് നിറഞ്ഞതായിട്ട് കൊണ്ടു നടക്കാണ്. അങ്ങനെയല്ല ദൈവത്തിന്റെ ഹിതം. ഈ ജീവിതം തന്ന ദൈവം ഇത് നമ്മൾ സന്തോഷത്തിൽ ജീവിക്കണമെന്നും സ്നേഹത്തിൽ ജീവിക്കണമെന്നും ഭാരം നിറഞ്ഞതായിട്ട് ജീവിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നില്ല. ദൈവം ആഗ്രഹിക്കുന്നത് സന്തോഷത്തോടെ ജീവിക്കണമെന്നാണ്. അതുകൊണ്ടല്ലേ പൗലോസ്ലീഹ പറയുന്നത്, നിങ്ങളെപ്പോഴും സന്തോഷിക്കുവിൻ, ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾ നമ്മുടെ കർത്താവിൽ സന്തോഷിക്കുവിൻ. പ്രിയ സ്നേഹിതരെ, ജീവിതത്തിന്റെ സന്തോഷം നഷ്ടപ്പെട്ടു പോയത് അതിന് പഴക്കം തട്ടിപ്പോയതുകൊണ്ടാണ്. പ്രിയപ്പെട്ടവരെ സ്നേഹിക്കാൻ പറ്റാതെ പോകുന്നത് അതിന് പഴക്കം തട്ടി തുടങ്ങിയതുകൊണ്ടാണ്. ഇനി ജീവിക്കണമെന്നുള്ള ആഗ്രഹം നഷ്ടപ്പെട്ടു പോകുന്നത് അതിന് പഴക്കം തട്ടിപ്പോയത് കൊണ്ടാണ്. കർത്താവ് ഇന്ന് നമ്മളെ ക്ഷണിക്കുകയാണ്, വരിക, ഞാൻ ഇത് നവീകരിക്കുന്ന ദൈവമാണ്, ഞാൻ സകലതും നവീകരിക്കുന്നവനാണ്, നിന്റെ ജീവിതത്തെ ഞാൻ നവീകരിക്കും. എങ്ങനെ നവീകരിക്കും? കഴുകേണ്ടതുപോലെ നിന്റെ ജീവിതത്തെ ഞാൻ നവീകരിക്കുന്ന ദൈവം വാഗ്ദാനം ചെയ്യുന്നു. അനുദപിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിന് നഷ്ടമായി പോയ ആനന്ദവും സ്നേഹവും പുതുമയും തിരികെ തരാൻ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അവിടുന്ന് വിളിക്കുന്നത്, ഇപ്പോഴെങ്കിലും പൂർണ്ണമായ അനുതാപത്തോടെ നെടുവീർപ്പോടെ വിലാപത്തോടെ നിങ്ങൾ എന്റെ സന്നിധിയിലേക്ക് വന്നിരുന്നെങ്കിൽ. കൊരിന്തോസ് ലേഖനത്തിൽ പൗലോസ്ലീഹ പറയും, ഇതാ ഇപ്പോൾ സ്വീകാര്യമായ സമയം, ഇതാ ഇപ്പോൾ രക്ഷയുടെ ദിവസം. ഈ ദിവസമാണ് ദൈവം നമ്മുടെ ജീവിതത്തെ നവീകരിക്കാൻ ആഗ്രഹിക്കുന്നത്. പ്രിയ സ്നേഹിതരെ, അനുദപിച്ചുകൊണ്ട് ദൈവകരങ്ങളിൽ നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കുമ്പോഴാണ് അവിടുന്ന് ഈ ജീവിതത്തെ നവീകരിക്കുന്നത്. നമ്മൾ നോമ്പുകാലം അനുതാപത്തിന്റെ തിരിച്ചുപോക്കിന്റെ സമയമാണ്. പ്രപഞ്ചത്തിൽ ഈ തിരിച്ചുപോക്കിന്റെ ക്രമം പാലിക്കാത്ത ഏക ജീവി നമ്മൾ മനുഷ്യരാണ്. ദൈവസന്നിധിയിലേക്ക് നമുക്ക് തിരിച്ചു വരാം. ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ വർഷത്തെ നോമ്പുകാല സന്ദേശത്തിൽ പറഞ്ഞു, ലെന്റ് ഈസ് എ സീസൺ ടു റിട്ടേൺ. നോമ്പും മടങ്ങിപ്പോക്കിന്റെ കാലമാണ്. ദൈവത്തിലേക്ക് മടങ്ങിപ്പോവാനുള്ള ഒരു സമയമാണ് ഈ നോമ്പുകാലത്തിൽ ദൈവം നമുക്ക് നൽകുന്നത്. നമ്മുടെ ധ്യാനവും നമ്മുടെ ആത്മീയ ശുശ്രൂഷകളും ഒക്കെ തിരികെ വരാനുള്ള ദൈവത്തിന്റെ ക്ഷണമാണ്. എന്തിനാണ്? തിരികെ ചെന്നിട്ട് എന്തു ചെയ്യണം? ലൂക്കായുടെ സുവിശേഷം 17-ാം അധ്യായം 11-ാമത്തെ വാക്യത്തിൽ സൗഖ്യം പ്രാപിച്ച 10 കുഷ്ഠരോഗിയുള്ള ഒരുവൻ നടത്തുന്ന ഒരു തിരിച്ചുപോക്കിനെ കുറിച്ച് പറയുന്നു. 9 പേരും തിരിച്ചു പോകാതെ അവർ പോയ വഴിക്ക് പോയപ്പോ ഒരുത്തൻ മാത്രം സുഖപ്പെട്ടതറിഞ്ഞിട്ട് തിരികെ വരികയാണ്. അയാൾ വരുന്നത് എന്തിനാണ്? ഓരോ തിരിച്ചുപോക്കും നന്ദി പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ്. ഹല്ലേലൂയ! ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ! നോമ്പ് തിരിച്ചുപോക്കിന്റെ കാലമാണെങ്കിൽ എന്തിനാണ് തിരിച്ചു പോകുന്നത്? ദൈവസന്നിധിയിലേക്ക് തിരിച്ചു പോകുന്നത് നന്ദി പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്.
കർത്താവ് നൽകിയ കൃപകൾ. നമ്മളൊക്കെ പരാതികളുടെ മനുഷ്യരാണ്. നമ്മൾ ഏതൊരു കാര്യം ചെയ്താലും അതിൻ്റെ നന്മയേക്കാൾ അതിൽ വന്ന കുറവും അതിൻ്റെ തിന്മകളും അതിൻ്റെ പോരായ്മകളും കാണുന്നവരാണ്. അതിൻ്റെ ബെസ്റ്റ് ഉദാഹരണം, നമ്മളൊരു കല്യാണ സദ്യക്ക് പോയി കഴിഞ്ഞാൽ വയറ് മുഴുവൻ നമ്മൾ അടിച്ചേച്ച് തിരിച്ചിറങ്ങുമ്പോൾ എന്നാലും അതിൻ്റെ ആ ബിരിയാണി വെച്ചതിൻ്റെ വേവ് ശരിയായില്ല, മസാല പിടിച്ചില്ല, ഇങ്ങനെ തുടങ്ങിയ നിസാര കാര്യങ്ങൾ പറഞ്ഞ് കുറവ് കണ്ടിറങ്ങിപ്പോരുന്നവരാണ് നമ്മൾ. മനുഷ്യപ്രകൃതിയിൽ അത് സാധാരണമായിട്ടുണ്ട്. നമ്മൾ പലപ്പോഴും ദൈവം നൽകിയിരിക്കുന്ന ഈ ജീവിതത്തിലെ കൃപകളെ കാണുന്നതിന് പകരം, കുടുംബജീവിതത്തിൽ നൽകിയ കൃപകളെ കാണുന്നതിന് പകരം അതിന്റെ കുറവ് കണ്ട് നിരന്തരം പരാതി പറഞ്ഞു പോവുകയാണെങ്കിൽ ദൈവം വിളിക്കാണ്, തിരികെ വരണം. എന്തിനാണ്? നന്ദി പറഞ്ഞ് കാണാതെ പോയ കൃപകളെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട്. അപ്പൊ തിരിച്ചുവരവ് വെറുതെ ഒരു തിരിച്ചുവരവല്ല, അത് നന്ദി പറഞ്ഞ് കർത്താവിനെ മഹത്വപ്പെടുത്താൻ വേണ്ടിയിട്ട് തിരികെ വരേണ്ട ദിവസമാണിത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ നന്ദി പറയാൻ വേണ്ടിയിട്ട്, ദൈവത്തെ മഹത്വപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ തിരിച്ചു വരുന്നത്. രണ്ടാമത് തിരിച്ചു വരുന്നത് എന്തിനാണ്? ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായം 35-ാമത്തെ വാക്യത്തിൽ ധൂർത്തപുത്രൻ അവനൊരു വലിയ തിരിച്ചുവരവ് നടന്നു. തിരിച്ചു വന്നിട്ട് അവൻ അപ്പനോട് പറയാണ്, പിതാവേ, അങ്ങേക്കെതിരായും സ്വർഗത്തിനെതിരായും ഞാൻ തെറ്റു ചെയ്തു പോയി. നിന്റെ മകനെന്ന് വിളിക്കപ്പെടാൻ ഞാൻ ഇനി യോഗ്യനല്ല. ഒരുപക്ഷെ ആദ്യത്തെ ഒരു കുമ്പസാരം എന്ന് വേണമെങ്കിൽ ധൂർത്തപുത്രന്റെ ഏറ്റുപറച്ചിലിനെ നമുക്ക് വിലയിരുത്താം. അപ്പൊ ഞാൻ പറഞ്ഞ എന്തിനാണ് തിരിച്ചു വരുന്നത്? തിരിച്ചു വരുന്ന ഒന്ന്, ദൈവത്തെ നന്ദി പറഞ്ഞ് മഹത്വപ്പെടുത്താൻ വേണ്ടിയിട്ടാണെങ്കിൽ രണ്ടാമത് ഏറ്റു പറയാൻ വേണ്ടിയിട്ടാണ് തിരിച്ചു വരുന്നത്. എനിക്ക് വന്നുപോയ കുറവുകൾ ഏറ്റു പറയാൻ, എന്റെ ബലഹീനതകൾ ഏറ്റു പറയാൻ, എന്റെ തെറ്റുകൾ ഏറ്റു പറയാൻ വേണ്ടിയിട്ടാണ് തിരികെ വരുന്നത്. അപ്പൊ തിരികെ വരുന്നത് ആദ്യം നന്ദി പറയാനാണെങ്കിൽ രണ്ടാമത് കുറവുകളെ ഏറ്റു പറയാൻ വേണ്ടിയിട്ടാണ് തിരിച്ചു വരുന്നത്. നമ്മുടെ കുമ്പസാര കൂടുകളിലേക്ക് തിരികെ വരാനുള്ള, ഏറ്റുപറച്ചിലിന്റെ ഇടങ്ങളിലേക്ക് തിരികെ വരാനുള്ള സമയമാണ് ഈ നോമ്പുകാലം. സ്നേഹിതരെ, അനുതാപത്തോടെ കുറവുകളെ ഏറ്റുപറയുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ തിരിച്ചു വരുന്നത്. മൂന്നാമത് തിരിച്ചു വരുന്നത് എന്തിനാണ്? ലൂക്കായുടെ സുവിശേഷം 24-ാം അധ്യായത്തിൽ എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാരുടെ വിവരണമുണ്ട്. ഉദ്ധിതനെ അവർ തിരിച്ചറിഞ്ഞു കഴിഞ്ഞപ്പോൾ ആ 2 ശിഷ്യന്മാർ തിരിച്ച് ജെറൂസലേമിലേക്ക് ചെല്ലുകയാണ്. 11 പേരുടെ കൂട്ടായ്മയിലേക്ക് ചെന്നിട്ട് അവരോട് പ്രഘോഷിക്കുകയാണ്, ഞങ്ങൾ അപ്പം മുറിച്ചപ്പോൾ നസറത്തിലെ യേശുവിനെ തിരിച്ചറിഞ്ഞു. അപ്പൊ തിരിച്ചു പോകുന്നത് മൂന്നാമത് സാക്ഷ്യം പറയാൻ വേണ്ടിയിട്ടാണ്, സാക്ഷ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് തിരിച്ചു പോകുന്നതാണ്. യേശുവിനെ ഏറ്റുപറയാൻ വേണ്ടിയിട്ട് തിരിച്ചു പോവുകയാണ്. നമ്മൾ സാധാരണ വിചാരിക്കും യേശുവിനെ ഏറ്റുപറയുന്നത്, അവന് സാക്ഷികളായിട്ട് ജീവിക്കുന്നത്, അവനെ പ്രഘോഷിക്കുന്നത് അച്ഛന്മാരുടെയോ സിസ്റ്റർമാരുടെയോ ധ്യാന പ്രസംഗം നടത്തുന്നവരുടെയോ മാത്രം കടമയാണെന്ന്. അങ്ങനെയല്ല. തിരിച്ചു വരുന്ന ജീവിതത്തിന്റെ ലക്ഷണമാണ് ജീവിതത്തിൽ, ജീവിത സാഹചര്യങ്ങളിൽ കർത്താവിനെ ഏറ്റുപറയാനും അവന് സാക്ഷ്യപ്പെടുത്താനും ഉള്ളതിനാണ് തിരിച്ചു വരുന്നത്. അപ്പോൾ ഇത് തിരിച്ചുവരവിന്റെ കാലമാണ്. കർത്താവ് നമ്മളെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. ഹോസിയ 14:1 ഇസ്രായേൽ, നിന്റെ ദൈവമായ കർത്താവിലേക്ക് തിരിച്ചു വരിക. തിരിച്ചു വരുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? നന്ദി പറഞ്ഞ് മഹത്വപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്, തെറ്റുകൾ ഏറ്റുപറയാൻ വേണ്ടിയിട്ടാണ്, അവന് സാക്ഷിയാവാൻ വേണ്ടിയിട്ടാണ് തിരികെ വരുന്നത്. പ്രിയ സഹോദരങ്ങളെ, ഈ സന്ധ്യയിൽ തിരിച്ചുവരവിന്റെ കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അനുതാപത്തിന്റെ വരത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. അങ്ങനെ തിരികെ വരാൻ ആഗ്രഹിക്കുന്ന, അനുദപിക്കുന്ന മനസ്സുകളെ, ജീവിതത്തെ നവീകരിക്കാൻ വേണ്ടിയിട്ടാണ് കർത്താവ് നമ്മുടെ കൂടെ വസിക്കുന്നത്. കൂടെ ഒരു ദൈവം വസിച്ചിട്ടും നവീകരിക്കപ്പെടാതെ പഴകിയതായിട്ട് നമ്മുടെ ജീവിതങ്ങൾ അവശേഷിക്കുന്നതിന്റെ കാരണം അനുതാപത്തിന്റെ വരം നമ്മിൽ പ്രവേശിക്കാത്തതുകൊണ്ടാണെങ്കിൽ, അനുദപിച്ച് ഈ ജീവിതത്തെ കർത്താവിന്റെ കരങ്ങളിൽ നിന്ന് നവീകരിക്കപ്പെട്ടതായി പുതുതായിട്ട് നമുക്ക് തിരികെ മേടിക്കാം. സന്തോഷമുള്ള, സ്നേഹിക്കാൻ പറ്റുന്ന, കുടുംബത്തിന്റെ ബന്ധങ്ങളിൽ അതിന്റെ ഊഷ്മളത തിരികെ കിട്ടുന്ന കൃപയുള്ള പുതുക്കിയ ജീവിതങ്ങളാവട്ടെ, നവീകരിക്കപ്പെട്ട ജീവിതമാവട്ടെ നമ്മുടേത്.
വചനം നമ്മളോട് പറയുന്നു, അനുതാപികളുടെ ഹൃദയത്തെയും വിനീതരുടെ ആത്മാക്കളെയും നവീകരിക്കാൻ ഞാൻ സദാ അവരോട് കൂടെ വസിക്കും. കർത്താവ് കൂടെ വസിക്കുന്നത് ഈ ജീവിതത്തെ പുതുതാക്കാൻ വേണ്ടിയിട്ടാണ്. ആദ്യ സന്തോഷം, ആരംഭത്തിലെ സ്നേഹം, അതിൻ്റെ കൃപകൾ തിരികെ തരാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ വിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി ഒരുങ്ങുകയാണ്. ഈ വിശുദ്ധ കുർബാനയിൽ നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവേ, ഒരുക്കമുള്ള അനുതാപമുള്ള ഒരു ഹൃദയം തന്ന് ഞങ്ങളുടെ കൂട്ടായ്മയെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തെ നവീകരിക്കാൻ ഞങ്ങൾക്ക് ശക്തി തരണമേ എന്ന് പ്രാർത്ഥിക്കാം. നമുക്കൊന്ന് എഴുന്നേറ്റിരിക്കാം. കണ്ണുകളൊന്ന് അടച്ച് കരങ്ങൾ തുറന്ന് വിളിച്ച് ഇതാ ഞാൻ സകലതും നവീകരിക്കുന്നു, ഞാൻ ആൽഫയും ഒമേഗയുമാണെന്ന് പറയുന്ന ദൈവം അനുതാപികളുടെ ഹൃദയത്തെ, വിനീതരുടെ ആത്മാക്കളെ നവീകരിക്കാൻ കൂടെ വസിക്കുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്, വിളിച്ചപേക്ഷിക്കുന്നത്. ഈ കൂട്ടായ്മയോട് ചേർന്ന് കരങ്ങൾ ഉയർത്തി ഭാരം നിറഞ്ഞ, സന്തോഷമില്ലാതെ പോയ, സ്നേഹത്തിന്റെ ഊഷ്മളത നഷ്ടപ്പെട്ട നമ്മുടെ ജീവിതത്തെ, നമ്മുടെ കുടുംബങ്ങളെ, ബന്ധങ്ങളെ കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് അങ്ങേറ്റെടുത്ത് നവീകരിക്കണമേ, പുതിയതാക്കണമേ നമുക്കൊന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒന്ന് ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ, യേശുവേ ആരാധന. എല്ലാവരും ഒന്ന് ചേർന്ന് സ്തുതിക്കട്ടെ, ഈശ്വരമുയർത്തി കർത്താവിനെ മഹത്വപ്പെടുത്തട്ടെ. ഹല്ലേലൂയ. ദൈവമേ, അനുതാപമുള്ള ഒരുക്കമുള്ള ഒരു ഹൃദയം നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. ഓ ദൈവമേ ആരാധന. ഹല്ലേലൂയ. ഓ കർത്താവേ, തിരികെ വന്ന് അങ്ങയെ മഹത്വപ്പെടുത്താൻ, അങ്ങയെ സ്നേഹത്തിനെതിരായി ചെയ്തു പോയ തെറ്റുകൾ ഏറ്റു പറയാൻ, അങ്ങയുടെ സ്നേഹത്തിന്റെ സജീവ സാക്ഷികളാകാൻ അനുതാപത്തിന്റെ വരം നൽകുന്നു. തിരിച്ചുവരവിന്റെ വരം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ജീവിതങ്ങളെ നവീകരിക്കണമേ, പുതുതാക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ. ഓ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ, ഇറങ്ങി വരണമേ. ഒരു പുതിയ ശക്തിയായി, പുതിയ ജീവനായി ഞങ്ങളിലേക്ക് ഇറങ്ങി വരണമേ. ആത്മശക്തിയെ പറന്നിറങ്ങി വരണമേ. കൈകളൊന്ന് ഉയർത്തി എല്ലാവരും ചേർന്ന് നമ്മുടെ കുടുംബങ്ങളിലേക്ക് പരിശുദ്ധാത്മാവിനെ ക്ഷണിച്ചുകൊണ്ട് ചേർന്ന് പാടാം.